കൂട്ടുകാരെ ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഒരു അച്ചാറാണ്. നാരങ്ങയും ഈന്തപ്പഴവും കൊണ്ടുള്ള ഒരു അച്ചാറാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈന്തപ്പഴം, നാരങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വിനാഗിരി, കായം, നല്ലെണ്ണ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഈ നാരങ്ങ ഇഡ്ഡലി പാത്രത്തിനകത്ത് വേവിച്ചിട്ട് അരിഞ്ഞ് ഉപ്പ് ചേർത്ത് വെച്ചേക്കുന്നതാണ്. 1/2 കിലോ നാരങ്ങയുണ്ട്. മൺചട്ടിയിലാണ് ഞാൻ അച്ചാറിടാൻ പോണത്. ചട്ടി ചൂടായി ഞാൻ എണ്ണ ഒഴിക്കുകയാണ്, നല്ലെണ്ണ. എണ്ണ നല്ലോണം ചൂടായി കടുക് ഇട്ട് കൊടുക്കുകയാണ്. ചട്ടി നല്ലോണം ചൂടായി. ഈ മൺചട്ടി ചൂടായ ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. അത് കാരണം നമ്മൾ ഈ സിമ്മിൽ വെക്കണം, അതിലേ അത് കരിയും. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് അറിയാമല്ലോ, കടുകിട്ട് കരിവേപ്പിലയിട്ട് ഈ സിമ്മിൽ വെക്കണം. ഈ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അടുത്തത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് നല്ലവണ്ണം വഴറ്റണം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നല്ല ഗോൾഡൻ നിറം, ബ്രൗൺ നിറമായിട്ടുണ്ട്. ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് ഈ ഈന്തപ്പഴം ഇട്ട് കൊടുക്കണം. ഈന്തപ്പഴം നല്ല വലിപ്പവും മധുരം ഉള്ളതാണെങ്കിൽ ഒരു 10-12 എണ്ണം മതി 1/2 കിലോയ്ക്ക്. ഞാനൊരു 12 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇത് നല്ല വലിപ്പവും നല്ല മധുരമുള്ള ഈന്തപ്പഴമാണ്. അത് ഞാൻ ഒരു 12 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇത് ഇങ്ങനെ ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റണം നല്ലപോലെ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഈന്തപ്പഴം ഇങ്ങനെ വഴറ്റിയിട്ട് ഈ പരുവായിട്ടുണ്ട്, നല്ലെണ്ണ വാടിയിട്ടുണ്ട്. അതിലോട്ട് വിനാഗിരി ഒഴിക്കും, കുറച്ച് കൂടുതൽ ഒഴിക്കണം. ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വിനാഗിരിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. വിനാഗിരി ഈ ഈന്തപ്പഴം കിടന്ന് നല്ലവണ്ണം തിളച്ച് വേകണം. വിനാഗിരി ഈ അച്ചാറിന് കുറച്ച് കൂടുതൽ വേണം. അല്ലെ നമ്മൾ സാധാരണ 1 സ്പൂണൊക്കെ അല്ലേ ഒഴിക്കും, ഇതിന് അങ്ങനെയല്ല, കുറച്ച് കൂടുതൽ വേണം ഇതിന്. ഇത് കണ്ടോ, വെള്ളം പോലെ കിടന്ന് തിളയ്ക്കുന്നത്. ഞാൻ തീ ഓഫ് ചെയ്ത്. മൺചട്ടി അത് കാരണം കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടത് പിരിയമുളകാണ്, എരിവില്ലാത്ത പിരിയമുളക് പൊടി, ശകല മഞ്ഞൾപ്പൊടി, ശകല ഉലുവപ്പൊടി. ഉലുവപ്പൊടി തീരെ കുറച്ച് മതി ഇതിന്. കായം, കായം കുറച്ച് മതി. അറിയാമല്ലോ, 1/2 കിലോ നാരങ്ങ ഇടുമ്പോൾ എത്ര കായം ചേർക്കണം അത്ര ചേർത്താൽ മതി. ഇതിലോട്ടത് നാരങ്ങ ഇടണേ. നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്ത് പുഴുങ്ങിയിട്ട് അരിഞ്ഞ് ഉപ്പും ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു ഞാൻ രാവിലെ. വെറുതെ ഇതിലോട്ടിട്ടത്. ഉപ്പ് പോരെങ്കിൽ ഇനി ഇടണം. നല്ലൊരു അച്ചാറാണിത്. നിങ്ങൾ ഓണത്തിനൊക്കെ നാരങ്ങ അച്ചാർ ഇട്ടിട്ടില്ല എങ്കിൽ ഇടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ മൺചട്ടി ഓഫാക്കിയിരിക്കുകയായിരുന്നു, അത്രയ്ക്ക് നല്ല ചൂടായിരുന്നു. അല്ലെ നിങ്ങൾ ചീനിച്ചട്ടി, നോൺ സ്റ്റിക്കോ ചീനിച്ചട്ടിയൊക്കെ ആണെങ്കിൽ സിമ്മിലിട്ട് ചെയ്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഉപ്പിടണം. ഇത് ബിരിയാണിക്ക് നല്ലൊരു അച്ചാറാണ് കേട്ടോ. ബിരിയാണിക്ക് നല്ല അടിപൊളി അച്ചാറായിരിക്കും ഇത്. ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അച്ചാറ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ലൈക്കും ഷെയറും ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം.